പാകിസ്ഥാന്റെ ഒരു നിരീക്ഷണ വിമാനം ആകാശത്തോണ്ട് പറന്നുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. ഈ അപ്രത്യക്ഷമാകുന്നത് ഇന്ത്യ തകർത്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഇതിൽ ഇന്ത്യൻ യുദ്ധവിമാനം അവരെ ആക്രമിച്ചിട്ടില്ല, നമ്മൾ ഇവിടുന്ന് മിസൈൽ വിട്ടിട്ടില്ല. പിന്നെ എന്ത് സംഭവിച്ചു? അപ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ടെക്നോളജിയെക്കുറിച്ച് ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എയുടെ കാര്യത്തിൽ ഒരുപാട് ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഇന്ത്യ ആ വിമാനത്തെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കാനായിട്ട് എവിടെ നിന്ന് പുറപ്പെടുന്നോ ആ വിമാനം പിന്നീട് തിരിച്ചെത്തുന്നില്ല. ഇതിനു മുമ്പ് ഒരു F-35 വിമാനം UK-യുടെ യുദ്ധക്കപ്പലിൽ നിന്ന് പറന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു. എന്നിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. പിന്നീട് ഈ വിമാനം ഒന്ന് തിരിച്ചു കൊണ്ടുപോകാൻ അവർ പഠിച്ച പണി 18 നോക്കി, ഒരു രക്ഷയില്ല. അന്ന് പറഞ്ഞത് ഈ വിമാനത്തിനെ നമ്മൾ ജാം ചെയ്തു എന്നാണ്. അതായത് GPS റഡാർ സംവിധാനങ്ങളെ ജാം ചെയ്താൽ പിന്നീട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നീട് ഇന്ത്യ അത് ലോക്ക് റിലീസ് ചെയ്യണം. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെയും ഇപ്പോൾ ഇന്ത്യക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. സത്യത്തിൽ ഇന്ത്യ ആയിരിക്കുമോ? ഇന്ത്യ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഇല്ലേ? പക്ഷേ ലോകത്തിനൊക്കെ അറിയാം ഇന്ത്യ ആണെന്ന്. ഇപ്പൊ ഒന്നാമത്തെ അല്ല, ഇത് മൂന്നാമത്തെ ഇൻസിഡന്റാണ്. ഇപ്പൊ ഒരു വിമാനമല്ല, മൂന്നാമത്തെ വിമാനം. നമുക്ക് പറയുമ്പം എടുത്ത് പറയും, ഇപ്പം സിനു പറഞ്ഞതുപോലെ അറേബ്യൻ കടലിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ബോർഡറിൽ നിരീക്ഷണം നടത്തുമല്ലോ നമ്മൾ ശത്രു രാജ്യങ്ങളിൽ. അപ്പൊ സ്ഥിരമായിട്ട് നിരീക്ഷണം നടത്തുന്ന വിമാനമാണിത്. ഇത് ഈഗിൾ സി അല്ലെങ്കിൽ ഇറ്റാലിയൻ വിമാനമാണ്, നിസ്സാര വിമാനമല്ല. എന്ന് വെച്ചാൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ മുന്തിയ വിമാനം തന്നെയാണ് ഈ അവരുടെ നിരീക്ഷണ വിമാനത്തിനകത്ത്. അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ വിമാനവും ഇറ്റാലിയൻ വിമാനവും, അല്ലെങ്കിൽ ഇപ്പം പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്നതിനകത്ത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിട്ട് തകർക്കാൻ പറ്റുന്നത് റഡാർ സംവിധാനവും മറ്റ് പലത് വന്നാലും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തേക്ക് അതിജീവിച്ച് നിരീക്ഷിച്ച് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ്. എന്തുമായാലും ഇത് അവരുടെ ഒരു കപ്പലിൽ നിന്നാണെന്നല്ലോ അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. കപ്പലിലേക്കുള്ള ഡയറക്ഷനും പോയി എവിടെ ഇറങ്ങണം, എങ്ങനെ ഇറങ്ങണം, അതായത് സംഭവം മൊത്തത്തിൽ, അതായത് അതിനകത്തെ സംവിധാനങ്ങൾ മൊത്തം ജാമായിപ്പോയി. വിമാനം തകർന്നിരിക്കുന്നു അല്ലെങ്കിൽ തകർത്തിരിക്കുന്നു. ഇതാരാണെന്ന് ചോദിച്ചാൽ ചൈനയാണെന്ന് വേണമെങ്കിൽ വിചാരിക്കുക, ഇന്ത്യ ആണെന്ന് വേണമെങ്കിൽ വിചാരിക്കുക, ആരാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണല്ലോ. അപ്പം ഇതിനകത്ത് സിന്ധൂറിന് ശേഷം നമുക്കിട്ടൊരു പണി UA അല്ലെങ്കിൽ UA എന്ന് പറയുന്നത് ബ്രിട്ടൻ കപ്പലിൽ നിന്ന് ഒരു F-35 ലോകത്തിലെ 5ാം തലമുറ വിമാനം, ഏറ്റവും ആധുനികമാണ് വിമാനം പറന്നു പൊങ്ങിയതറിയാം. പറന്നു പൊങ്ങിയതിന് ശേഷം നമ്മുടെ അടുത്ത് ഇത് ലാൻഡ് ചെയ്യണം, പെട്രോൾ ഇല്ലെന്ന്. എൻ്റെ പൊന്നേശിനു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നിങ്ങൾ ഇറങ്ങിയ അംബാനി ഇങ്ങോട്ട് വന്നിട്ട് പറയും കാറിനകത്ത് പെട്രോൾ എന്ന് പറയുന്ന ഉണക്കുള്ളൂ. F-35 എന്ന് പറഞ്ഞാൽ 1700 കോടിയാണോ 1700 കോടിയാണോ, ഏതായാലും 700 കോടിക്ക് 1000 കോടിക്കകത്ത് വരുന്നൊരു വിമാനമാണ്. എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഒരു വിമാനമാണ്. യുദ്ധവിമാനത്തിനകത്ത് പറന്ന് പൊങ്ങുമ്പോൾ പെട്രോൾ തീരുന്നൊരവസ്ഥയൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ പെട്രോൾ ചോർന്നു പോയാൽ വിമാനം കത്തിപ്പോയി. അപ്പം ഇത് പറന്ന് പൊങ്ങി തിരിച്ച് ഇവരെ അല്ലെങ്കിൽ സൈനിക അഭ്യാസമാണെന്ന് പറയുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഉദ്യോഗത്തോടു കൂടിയായിരിക്കും ഇത് പറന്നു പൊങ്ങിയിട്ട് ഇവിടുത്തെ ബോർഡറിൽ വന്നതിന് ശേഷം ഇവിടെ ലാൻഡിങ്ങിന് വേണ്ടി ചോദിക്കുക. ലാൻഡിങ്ങിന് വേണ്ടി ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തു. അതെന്താണെന്നോ അത് പിന്നെ നമുക്കിത് മനസ്സിലായി. നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ F-35 സാധിക്കുമോ എന്ന് പരീക്ഷിച്ചതാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അമേരിക്ക ഇതിൻ്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ നമ്മുടെ റഡാർ അടിച്ചു, നമ്മൾ അവനെ അവിടെ വെച്ച് പൂട്ടി. ഇവിടെ വന്ന് ഇറങ്ങിപ്പോയിട്ട് വലിയ ഗമയിൽ റോയൽ എയർഫോഴ്സ് അല്ലെങ്കിൽ അവരുടെ പേരെങ്ങനെയാണല്ലോ, അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പപ്പു പറഞ്ഞു. ചെറിയ സ്പാനർ കൊണ്ട് 3-4 പേര് അവരുടെ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി പഠിച്ച 18 പണി നോക്കിയിട്ട് എഞ്ചിനീയർമാർ എത്ര ദിവസം ഇവിടെ കിടന്നു. അവസാനം ഇത് പറത്തിക്കൊണ്ട് പോയെന്ന് അവർ പറയുന്നത്. പറത്തിക്കൊണ്ടല്ല പോയത്, വേറെ ക്യാരി ചെയ്യുന്നുണ്ടാവും. പറത്തിക്കൊണ്ട് പോയില്ലെന്ന് പറയുന്നതിനകത്ത് അഭിമാനക്കുറവുണ്ടായിരുന്നു. എന്നിട്ട് കാവലിരിക്കുവായിരുന്നു, അറിയാം. വെച്ചാൽ അതിന്റെ സോഴ്സ് കോഡോ അല്ലെ സംവിധാനം കാവലിരിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ വേണമെന്ന് വെച്ചാൽ അതെല്ലാം. അപ്പം പറഞ്ഞു വന്നത് നേരത്തെ നരേന്ദ്രമോദി പറഞ്ഞു, നമ്മൾ AI-യുടെ മാതാവാകാൻ പോവുകയാണ്, AI സംവിധാനത്തിന്റെ മാതാവാകാൻ പോവുകയാണ്. ഈ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുമ്പ് പല ആൾക്കാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല ഭരണാധികാരികളും വന്നിട്ട്. നരേന്ദ്രമോദി നമ്മുടെ തന്നെ ഇപ്പൊ അറിയാലോ, ഇപ്പൊ ഇങ്ങോട്ട് വന്ന് പ്രസ്താവനകൾ നടത്തിയിട്ട് പോകും, അപ്പൊ പിന്നെ നടക്കത്തേയില്ല. പക്ഷെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സാധനം നടക്കുമെന്ന് പറഞ്ഞാൽ അത് നടത്തി വെച്ചിട്ടായിരിക്കും അവർ പറയുന്നത്. അവർ പറയുന്ന ഡേറ്റിന് ആ സാധനം കാണും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ AI-യുടെ മാതാവാകാൻ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തില്ല. അപ്പൊ ഈ ചറപറാന്ന് ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ സാറ്റലൈറ്റുകൾ വിന്യസിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറയും, സാറ്റലൈറ്റ് എന്ന് പറയാൻ ഒരു മാസം തന്നെ എത്ര സാറ്റലൈറ്റ് നേരത്തേക്ക് ഇത് പത്രത്തിൽ എഴുതുമായിരുന്നു. ഈ സ്ഥിര സംഭവം നടന്നപ്പോൾ ഇപ്പൊ പത്രത്തിൽ എഴുതാറുമില്ല. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ പാകിസ്ഥാൻ തന്നെ പറയുന്നത്, ഇത് ഇവര് പറയുന്നത് കൃഷിയുടെ ആവശ്യത്തിനാ
അല്ലെ നെല്ല് കൊയ്യുന്ന കാര്യം നോക്കാനാ, അല്ലെ കാലാവസ്ഥ എങ്ങനെ നോക്കാനാ, കാറ്റടിക്കുമോ നോക്കാനാന്നൊക്കെ പറയും. ചുമ്മാ ഇവരിത് പറഞ്ഞുകൊണ്ട് മേളിലോട്ട് വിടുന്നു. ഇതിന് രണ്ടാമതൊരു ഉപയോഗം കൂടെ ഉണ്ട്. ഇത് കാറ്റടിക്കുന്ന കാര്യവും നോക്കും, വേണ്ടി വന്നാൽ ഈ പറയുന്ന യുദ്ധത്തിനാവശ്യമായ സാമഗ്രികൾ അല്ലെങ്കിൽ പല നിരീക്ഷണങ്ങൾ ലോകത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി, ശത്രുരാജ്യത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഏറ്റവും അവസാനം ഒരു ആയുധമായിട്ട് പ്രവർത്തിക്കത്തക്ക രീതിയിൽ പോലുമുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള സാറ്റലൈറ്റ് അല്ലെങ്കിൽ സംവിധാനം ഇന്ത്യ ബഹിരാകാശത്തുടനീളം വിക്ഷേപിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പൊ. അതെന്താ വെച്ചാൽ ഇനിയുള്ള കാലത്ത് എന്തായാലും ഒരു എയർ ബേസ്ഡുള്ള വാറായിരിക്കും നടക്കാൻ പോകുക. അതുകൊണ്ടാണ് നമ്മൾ ഈ വ്യോമ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ പറയുന്ന F-35 5ാം തലമുറയിൽപ്പെട്ട അമേരിക്കയുടെ പ്രസ്റ്റീജ് വിമാനമാണ്. ഈ വിമാനം ഇന്ത്യയിൽ കേരളത്തിലെ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുമ്പോൾ ഏവിയേഷൻ ഫ്യൂവൽ തീർന്നു എന്ന് പറഞ്ഞാൽ ലോകത്താരും വിശ്വസിക്കില്ല. മാത്രമല്ല ഇന്ത്യയിലെ നിരീക്ഷണം നടത്തുമോ, ഇന്ത്യൻ റഡാറിൽ ഇത് പിടിക്കപ്പെടുമെന്നാണ്. ഇന്ത്യ വളരെ പെട്ടെന്ന് നമ്മുടെ AI ടെക്നോളജി ഉപയോഗിച്ച് അതിനെ ജാം ചെയ്യുന്നു. അവർക്ക് നിവൃത്തിയില്ലാതെ ഇവിടെ വന്ന് ഇറങ്ങേണ്ടി വരും. ശരി, ഇവിടെ വന്ന് ഇറങ്ങുന്നു, നമുക്ക് ഫ്യൂൽ വേണമെന്ന് പറയും, ഏവിയേഷൻ ഫ്യൂൽ കൊടുക്കുന്നു, തിരിച്ച് പറന്നു പോകാൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ടെക്നോളജിയെ ജാം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യ നമ്മളും വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഈ ഇറ്റാലിയൻ നിർമ്മിത വിമാനം നമ്മുടെ മേളിൽ കൂടെ ഒരു നിരീക്ഷണം നടത്താനായിട്ട് വരുന്നത്. ശരി, നിരീക്ഷണം നടത്തിക്കും. അവിടെയും നമ്മുടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഉപഗ്രഹങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത്. അപ്പോൾ സാറ്റലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ആയുധങ്ങൾ, മിസൈലുകൾ, എന്തിന് വിമാനങ്ങളെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസിൽ നമ്മൾ തയ്യാറാക്കി. അപ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് പോലെ ഇനി ഈ ആകാശത്തോടുള്ള ആക്രമണമൊന്നും നമുക്ക് നേരെ നടത്തില്ല. കാരണം അമേരിക്ക പാകിസ്ഥാൻ F-35 കൊടുക്കുമോ, ആ സഹായമൊക്കെ ചെയ്യുമോ എന്നുള്ള ഒരു പ്രതീക്ഷ. ഏതാനും നാളുകൾക്ക് മുമ്പ് തുർക്കിയിൽ നിന്ന് ഇതുപോലൊരു വിമാനം വന്നു. അന്ന് അതിനകത്ത് ആയുധം ഉണ്ടായിരുന്നു. അസർബൈജാനിൽ നിന്ന് തുർക്കിയിലേക്ക് പോകുന്ന വിമാനം അസർബൈജാന്റെയും ഈ പറയുന്ന ജോർജിയയുടെ ഇടയിൽ തകർന്നു വീഴുക. ഇതിന് സമാനമായ ഒരു കാര്യമായിട്ട് നമുക്ക്. അതെ, അതും തുർക്കി മിണ്ടിയിട്ടില്ലല്ലോ. 20 പട്ടാളക്കാർ മരിച്ചു. ഒന്നല്ല 3 ഞാൻ പറഞ്ഞു. അന്ന് അതിന്റെ ഇൻസിഡന്റ് നമുക്ക് മനസ്സിലായില്ലേ. നമ്മുടെ ഡൽഹി സ്ഫോടനം നടന്നു. അതിനുശേഷം 12 മണിക്കൂറിന് പാകിസ്ഥാനിൽ സ്ഫോടനം നടന്നു. അന്ന് രാത്രി വെളുക്കോളം ബംഗ്ലാദേശിൽ പൊട്ടിത്തെറി നടന്നു. തുർക്കി അന്ന് പാകിസ്ഥാൻ സ്വയം തീരുമാനിച്ചല്ലോ എനിക്ക് ഉടനെ അടിയെന്ന് പറഞ്ഞു. തുർക്കി അവിടുന്ന് പാകിസ്ഥാൻ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തുർക്കി അവിടുന്ന് ആയുധവും സംവിധാനമായിട്ട് വിമാനം പൊങ്ങിയതാണ്. അയാൾ അന്നേരം ആയുധം കൊടുക്കുമായിരുന്നു. വലിയ ആയുധം കൊടുക്കുവാനാ. അയാൾ അങ്ങോട്ട് മേപ്പോട്ട് പൊങ്ങിയതേ ഉള്ളൂ. അപ്പൊ താപ്പോട്ടം കൊണ്ട് തുർക്കി മിണ്ടിയിട്ടില്ല. തുർക്കി മിണ്ടിയിട്ടില്ല. തുർക്കിക്ക് മനസ്സിലായ കാര്യം എന്തോ, അതായത് ലോകത്തെവിടെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ നിസ്സാരമായിട്ടല്ല ലോകം മൊത്തം ഉറ്റു നോക്കുന്നത്. അതുകൊണ്ട് ആ പാകിസ്ഥാന്റെ അടുത്ത് ജപ്പാൻ പറഞ്ഞ ചുമ്മാ ഇനിയും നിങ്ങൾ കളിക്കരുത്, നിങ്ങൾ കരസേനയെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ വ്യോമസേനയെ നോക്കിയിരിക്കും, വായുസേനയെ നോക്കിയിരിക്കും, വ്യോമസേന അല്ല നേവിയെ നോക്കിയിരിക്കും. ഇന്ത്യ അടിക്കാൻ പോകുന്നത് അങ്ങനെയല്ല, ആകാശത്തോട് അടിക്കാൻ പോകുന്നത്. അവരെന്റെ ഒരു സാറ്റലൈറ്റ് നമ്മൾ പറയാവിട്ടോണ്ടിരിക്കുക. ഇതിന് നമ്മൾ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ വെളി പറഞ്ഞേക്കുന്ന പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയാണെന്നുള്ളതിൽ അല്ല, തെറ്റിദ്ധരിപ്പിച്ചേക്കുക. വേറെ ചില ആവശ്യം, കൃഷി ആവശ്യത്തിന്, കാലാവസ്ഥാ നിരീക്ഷണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് ഉപയോഗം എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് ഉപയോഗം. അപ്പം അവർ പറഞ്ഞത് നിങ്ങളുടെ നമ്മൾ പറയുന്നത് കറണ്ട് ഓഫ് ചെയ്യുന്നത്, കള്ളന്മാര് കയറുന്ന കറണ്ട് ഓഫ് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ ലോകമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ കട്ട് ചെയ്യും. നിങ്ങൾക്ക് ചലിക്കാൻ പറ്റാത്തോളം നിങ്ങളെ ഇല്ലായ്മ ചെയ്ത് കളയും. അതാണ് അടുത്ത പ്ലാൻ. അതുകൊണ്ട് കളിക്കാൻ നിൽക്കരുതെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സിന്ദൂർ ഓപ്പറേഷന് ശേഷം നമ്മുടെ ഈ ജാമിങ് സംവിധാനവും അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലേ. PL-16 അല്ലേ ഏറ്റവും ബ്രഹ്മോസിനെ വില്ലുന്ന ആ വിമാനം നമ്മൾ ജാം ചെയ്ത്, മിസൈൽ നമ്മൾ ജാം ചെയ്ത് പിടിച്ചു. ഈ ഇവരുടെ ഡ്രോണുകൾ മൊത്തം ജാം ചെയ്ത് പിടിച്ചു. പിന്നെ അന്ന് തന്നെ യുദ്ധം ലോകം നമ്പരുന്നില്ലേ. നമ്മുടെ വിമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഷാഡോ വിമാനങ്ങൾ പറക്കുക, അതിന്റെ അന്ന് നമുക്ക് അറിയത്തില്ലല്ലോ പ്രതിരോധ സംവിധാനം എവിടെയൊക്കെ ഉരുത്തിരിച്ചേക്കുന്ന അറിയാൻ വേണ്ടി. അപ്പൊ ഈ പ്രതിരോധ സംവിധാനം എല്ലാം കൂടി ഇതിന്റെ പുറകെ പോകും. അപ്പോഴത്തേനും എല്ലാവരും മനസ്സിലായി അപ്പം ഇവന്റെ പുറകെ അത് പോകും, നമ്മൾ പോയി ഇത് പിന്നെ നമ്മൾ അടുത്ത ലക്ഷ്യം വെച്ചത്. അപ്പം ഇന്ത്യ അത്ര നിസ്സാരമല്ല. ഇപ്പം ഇതൊരു വല്ലാത്ത ലോകം ചർച്ചയിലേക്ക് പോവാണ് സിനുജി. കാരണം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ യുദ്ധം ചെയ്യുന്നത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും? കാരണം ഒരു വിമാനം, ഫൈറ്റർ ജെറ്റുകൾ, മറ്റു വിമാനങ്ങളോ സംവിധാനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഇങ്ങോട്ട് വരും. ഇതിന്റെ മൊത്തം കമ്മ്യൂണിക്കേഷൻ കളഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പൊ ആ രീതിയിലേക്ക് ഇന്ത്യ ഡെവലപ്പായി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും പാകിസ്ഥാന് പിന്നെ ഞെട്ടലുണ്ടോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. വല്ല ബോധം ഉണ്ടെങ്കിലേ ഞെട്ടൽ വരുന്നത്. എന്നാലും ഞെട്ടിയിട്ടുണ്ട്, അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകം ഞെട്ടൽ എന്നുള്ള രീതിയിലേക്കാണ് വാർത്ത വരുന്നത്. വലിയ ചർച്ചയാണ്. ഇന്ത്യ ഒന്നും പറയാൻ പോയിട്ടില്ല. ചെറുതായിട്ടൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ അറിയാമല്ലോ സംഭവിക്കുക എന്താണെന്നുള്ളത് നീ ചെറുതായിട്ടൊന്ന് അറിഞ്ഞു. അത്രേ ഉള്ളൂ. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ
ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.